ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ഒരു നാട്ടിനെയാണ്. 200 വർഷങ്ങളോളം സമ്പൽ സമൃദ്ധിയിൽ ആറാടിയ 4 തലമുറകൾ ഭരിച്ച ഒരു സ്ഥലം. കല്ലുകളിൽ ചരിത്രം കൊത്തിവെച്ച ഹംപിയെക്കുറിച്ച് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സമ്പന്നതയെക്കുറിച്ച് കേൾക്കാത്തവരാരുണ്ടാവില്ല അല്ലേ? ഈ ട്രെയിൻ പോകുന്നത് അങ്ങോട്ടേക്കാണ്. 100 കണക്കിന് ഏക്കർ സ്ഥലത്തായി പരന്നു കിടക്കുന്ന ഈ നാടിനെ അറിയുവാനും കണ്ടു തീർക്കുവാനും ദിവസങ്ങളും മാസങ്ങളും ഒന്നും പോരാ. എൻ്റെ കയ്യിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ. രാവിലെ തന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ, ഹൊസ്പേട്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഹംപിയിലേക്കുള്ള ഹംപിയുടെ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ ഹൊസ്പേട്ടിൽ ഇറങ്ങാനാണ് തയ്യാറെടുപ്പ്. തുംഗഭദ്ര നദിക്കരയിലുള്ള ബെല്ലാരി ഡിസ്ട്രിക്റ്റിലുള്ള ഹംപി നോർത്ത് കർണാടകയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ചരിത്രമുറങ്ങുന്ന ആ നാടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹംപിയിൽ എത്തിച്ചേരാൻ ഉള്ള ഒരു മാർഗമാണ് ബാംഗ്ലൂരിൽ നിന്ന് ഹൊസ്പേട്ടിലുള്ള ഒരു ട്രെയിൻ. രാത്രി 9:45 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടാൽ രാവിലെ 7:30 ആവുമ്പോൾ ഹൊസ്പേട്ടിലെത്താം. അല്ലെങ്കിൽ ഉള്ള ഒരു വഴിയാണ് വിമാനമാർഗം വരാമെന്നുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഹുബ്ലിയിലേക്കാണ് വിമാനമാർഗം വരാൻ പറ്റുന്നത്. ഹുബ്ലിയിൽ നിന്ന് ഒരു 160 കിലോമീറ്റർ ദൂരമുണ്ട് ഹംപിയിലെത്താൻ. അതുമല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ടാക്സിയോ സെൽഫ് ഡ്രൈവ് ആയിട്ടോ വരാം. നാട്ടിൽ നിന്ന് വരുന്നവർക്കും നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലുള്ള ഈ ട്രെയിൻ ആയിരിക്കും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മാർഗം. ഹംപി ചുറ്റിക്കാണാൻ ഏറ്റവും എളുപ്പ വഴി ഒന്ന് അവിടുത്തെ ഓട്ടോ ഹയർ ചെയ്യാന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ദിവസത്തിന് 1000-1200 രൂപ റേറ്റിൽ ഓട്ടോ ഹയർ ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ ബൈക്കുകൾ നമുക്ക് റെന്റിന് കിട്ടും. അത് ഹംപിയുടെ അടുത്ത് കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് ബൈക്ക് റെന്റിന് കിട്ടുക. അങ്ങനെയും ചെയ്യാം. അതുമല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു സൈക്കിൾ ഹയർ ചെയ്തിട്ട് ഹംപി സൈക്ലിംഗ് ചെയ്ത് കാണുക എന്നുള്ളത്. കാരണം ഹംപിയിൽ കുറേ അധികം സ്ഥലങ്ങൾ അടുത്തടുത്തായിട്ടുണ്ട്. ഹംപിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, ത്രൂ ഔട്ട് നമ്മുടെ വഴികളിലും ഒക്കെ നമുക്ക് അത് കാണാൻ പറ്റും. സൈക്കിളെടുത്ത് ഹംപി ഒന്ന് കറങ്ങുക എന്നുള്ളത് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അതിന് ഏറ്റവും ചൂട് കുറഞ്ഞ ഡിസംബർ മാസങ്ങളിലോ ഏർലി ജനുവരിയിലോ വരണം എന്നുള്ളതാണ്. ഞങ്ങൾ പോയത് ഫെബ്രുവരിയിൽ പോലും നല്ല ചൂടായിരുന്നു ഹംപിയിൽ. വിരൂപാക്ഷ ക്ഷേത്രവും മാതംഗ ഹിൽസും പുഷ്കരണിയും ഒക്കെ ഹംപിയിൽ കാണാനുള്ള രസകരമായ കാഴ്ചകളാണ്. ഹംപിയുടെ മുന്നത്തെ പേര് പമ്പ ക്ഷേത്ര എന്നായിരുന്നു. ശിവനും പാർവതിയുമായിട്ട് കുറേയധികം കഥകൾ ഹംപിയിൽ പണിഞ്ഞു കിടക്കുന്നുണ്ട്. ശിവന്റെ പാതിയായ പാർവതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പേര്. ഹംപിയിലെ ഹേമകുണ്ട കുന്നുകളിൽ യോഗിനി രൂപത്തിൽ പാർവതി തപസ് ചെയ്തെന്നും ശിവനെ വിവാഹം കഴിക്കുന്ന എന്ന ലക്ഷ്യത്തിലാണ് അങ്ങനെ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നതും എന്നാണ് വിശ്വസിക്കുന്നത്. ഹേമകുണ്ട കുന്നിന് സമീപത്തുകൂടെ ഒഴുകുന്ന നദി ആയതുകൊണ്ട് അതിനെ പമ്പാ നദി എന്നും അത് പിന്നെ വിളിച്ച് കർണാടകയിൽ ഹംപി എന്ന് രൂപാന്തരപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ആ നദിയാണ് ഇന്നത്തെ തുംഗഭദ്ര നദി. നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വിട്ടാല ടെമ്പിൾ ആണ്. വിട്ടാല ടെമ്പിൾ കാണാൻ നമുക്ക് പോകാം. ദ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇൻ ഹംപി, വിട്ടാല ടെമ്പിൾ. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ട്രെയിനിന് വന്നു ബാംഗ്ലൂർ ടു ഹംപി. ഹൊസ്പേട്ടിലേക്ക് രാത്രി 9:45 അതിൻ്റെ ടൈമിനൊക്കെ ഉള്ള ട്രെയിൻ വന്നാൽ നമ്മൾ രാവിലെ 7 മണിയാകുമ്പോൾ എത്തും. 7 മണിക്ക് ഇറങ്ങി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നോർമലി ഹംപിൻ്റെ ഹോം സ്റ്റേസിൻ്റെ ഒക്കെ ചെക്കൗട്ട് 9 o'clock ആണ്. അപ്പോൾ 9 o'clock ചെക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഒന്ന് ക്ലീനൊക്കെ ആക്കി 9:30 ആകുമ്പോഴൊക്കെയാണ് നമുക്ക് റൂം കിട്ടുക. അപ്പോൾ 9:30 ഒന്ന് കയറി ചെക്ക് ഇൻ ചെയ്ത് വേഗം ഒന്ന് കുളിച്ച് റെഡിയായി 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പുറപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് അട്രാക്ഷൻ ആണിത്. അപ്പൂപ്പന്താടി ഗ്രൂപ്പിൽ നിന്നാണ് കുറേ 10-20 പേരുണ്ട്. ഞങ്ങൾക്കൊരു ഗൈഡിനൊക്കെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് 10 മണിക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ കാണാനുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നടന്നിട്ട് പോകണമെങ്കിൽ ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഷെയറിങ് വെഹിക്കിൾ പോവാം. അതിന് പെർ പേഴ്സൺ ഇസ് 20 rupees എൻട്രി ഫീ ഒരാൾക്ക് 60 രൂപയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ. ഇതാണ് മെയിൻ അട്രാക്ഷൻ. ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ബാക്കി എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ നടന്ന് പോകുന്ന വിട്ടാല ടെമ്പിൾ എത്തുന്നതിന് മുന്നേ തന്നെ വഴിയിലൊക്കെ കാണുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങളും ഒക്കെയാണ്. അപ്പോൾ വിട്ടാല ടെമ്പിളാണ് മെയിൻ അട്രാക്ഷൻ എന്നെങ്കിലും അവിടത്തേക്ക് നടന്നു പോകുന്ന വഴി കാണുന്ന കാഴ്ചകൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുകൂടാണ്ട്
ഹംപിയുടെ ഒരു ലാൻഡ്സ്കേപ്പ്. എവിടെ നോക്കിയാലും ഇങ്ങനെ ഉരുളൻ കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ദിസ് ഈസ് യാലി. യാലി മിത്തിക്കൽ ക്രിയേച്ചർ. സോ ഇറ്റ്സ് ലൈക്ക് ഫേസ് क्या है? Lion face and rabbit ears, horse body, yes, tiger fingers, elephant in the down. Yes. So this is a mixture of all the animals. Yes, madam. It's completely mixture. Okay, so this is the story written here. Okay, യാലിൻ്റെ തന്നെ 16 ടൈപ്സ് കാണാൻ പറ്റുന്ന പറയണ ഡിഫറെൻറ്റ് ആനിമൽസിൻ്റെ കോമ്പിനേഷൻ ആയിട്ട്. അപ്പോൾ ചിലതിൻ്റെ ക്രോക്കഡൈൽ ഫേസ് ആയിരിക്കും, ചിലതിന് എന്താ ലയൺ ഫേസ് ആയിരിക്കും. അങ്ങനെ മിക്സ്ചർ ഓഫ് 5 to 6 ആനിമൽസ് ഇൻ 16 ഡിഫറെൻറ്റ് ഫോംസ്. അപ്പോൾ ഹംപിയിലുള്ള മിക്ക തൂണിൻ്റെ മുകളിലൊക്കെ കാണുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. നോക്കാം എത്ര യാലീനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുക്കാം. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതൊക്കെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിലുള്ളതാണ്. ഇതുവരെ മെയിൻ അമ്പലത്തിൽ എത്തിയിട്ടില്ല. Temple complex. Normally we are expecting market streets. This was actually we called Vitala Bazaar. Acha, it was a market where they sell all this. Okay, അവരുടെ പണ്ടത്തെ മാർക്കറ്റ് ആയിരുന്നു. Market madam. Acha. Those days they trade here Arabian country horses, camels, goat and sheep. Okay. Kind of material they sold here. It was completely multi-store madam. Okay, multi-store bazaar ആയിരുന്നു ആനിമലിനെ വിൽക്കുന്നത്. Only ground floor we are able to see. That ground floor also they restored by Department of Archaeology from 1986. Okay. Then typical style of South Indian architecture. Every temple, in front of the temple, according to the space, left or right. ഒരു column ഉണ്ട്. But those days actually water were connected directly to the river of the Tungabhadra. So last year usually we have a very less rains, madam, especially South India. Okay. So that's what we are not expecting water here. It's completely dry now. Okay. Water comes from Tungabhadra. Yes, madam. Okay, നമുക്ക് ആ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ലേക്ക് ഇതിനകത്ത് പോയി നോക്കാം. പോണ്ട്. അശ്വയാലിയാണിത്. ഹോഴ്സിന്റെ കുതിരേന്റെ മുഖമുള്ള പല മൃഗങ്ങളുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഹനുമാൻ ടെമ്പിൾ ഇവിടെ കാണാം. ഒരു 500-ൽ കൂടുതൽ സ്റ്റെപ്സ് ഉള്ള കയറി പോകുന്ന ഹനുമാൻ ടെമ്പിൾ ആണ്. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമാണ്. മുന്നേ വന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. They will become scared to find Wali. Then what Rama he did actually. So which kind of boon Wali have? Rama he find out. Then he stand behind the tree, use bow and arrow, he shoot it. ഹംപിയിൽ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരു ഗൈഡിനെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഗൈഡിന് പറയാൻ ഒത്തിരി കഥകളുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ രാമായണമായും സീതയുമായും രാമനുമായും ഹനുമാനുമായും ബാലിയുമായും സുഗ്രീവനുമായും ഒക്കെ കിടപണഞ്ഞിരിക്കുന്ന ഒത്തിരി അധികം സ്റ്റോറികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഗൈഡിൻ്റെ ഒരു സഹായം. അതുകൂടാതെ അവർ കാണുന്ന ഓരോ ശിലകൾക്കും പറയാൻ ഓരോ കഥകളുണ്ട്. ഇതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ്. 56 മ്യൂസിക്കൽ പില്ലേഴ്സ് ആണുള്ളതെന്നാണ് പറയുന്നത്. സരി ഗമ എന്നുള്ള സൗണ്ട് വരും എന്നാണ്. ഇപ്പോൾ നമുക്ക് അതിനുള്ളിലേക്ക് അലൗഡ് അല്ല. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഗോപുരത്തിൻ്റെയും സൈഡിലുള്ള വാളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർവിങ്സ് കാണാം. പലതരത്തിലുള്ള ആർട്ട് ഫോംസും ആനിമൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതിനൊക്കെ ഓരോ സ്റ്റോറി ഉണ്ട് താനും. ഈ വിറ്റാല ടെമ്പിളിൻ്റെ കോംപ്ലക്സിനുള്ളിൽ തന്നെ കുറേയധികം ഗോപുരങ്ങളും മന്ദിരങ്ങളും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടു തീർക്കാൻ തന്നെ ഒരു 1-2 മണിക്കൂറിൽ അത്രയും സമയം വേണം. നടന്ന് നമ്മൾ ക്ഷീണിക്കുന്ന പറയാനേ ഉള്ളൂ. കണ്ടു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രയും അതിലുള്ള സ്റ്റോറി ആണെങ്കിലും ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ അത് കേട്ട് നമുക്ക് നടക്കാം. ഓരോ കാർവിങ്സിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസും സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ. വിറ്റാല ക്ഷേത്രത്തിലുള്ള ഈ കല്ലിൽ കൊത്തിയ രഥമാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നിർമ്മിതി. നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന കൽരഥത്തിനോട് സാമ്യമുള്ള കൽരഥം. അതാണ് കർണാടക വിനോദസഞ്ചാര വകുപ്പിൻ്റെ മുദ്ര കൂടിയാണിത്. വിറ്റാല ക്ഷേത്രത്തിലെ ഈ രഥം
വളരെയധികം ആകർഷണീയമായ ഒന്നാണ്. ഒറീസയിലെ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൽ കാണുന്ന അതേ രഥമാണ് ഇവിടെ കാണുന്നത് എന്ന് തോന്നിപ്പോകും. അതിന്റെ മുകളിലുള്ള ആർക്കിടെക്ചർ വൈഭവങ്ങളാണെങ്കിൽ അതിലും കൂടുതൽ അതിശയിപ്പിക്കുന്നതാണ്. ആ കൽരഥം കാണുമ്പോൾ അത് ഒറ്റക്കല്ലിൽ തീർത്തതാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കല്ലുകൾ യോജിപ്പിച്ച സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. അതാണ് ആ നിർമ്മിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. അത്രയും കണിശതയോടുകൂടി നിർമ്മിച്ച ഒരു കൽരഥം. ഇന്നത്തെ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജികളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിട്ട് കൂടെ എത്രയോ സൂക്ഷ്മതയോടുകൂടെ നിർമ്മിച്ചിരിക്കുന്ന ഓരോ നിർമ്മിതികളും കാണുമ്പോൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ആ അത്ഭുതം തന്നെയായിരുന്നു അവിടെ ഒരു ഗ്രൂപ്പായി വന്നിരുന്ന ആ കുട്ടികളുടെ മുഖത്തും കാണാനിരുന്നത്. അവരുടെ കൂടെ വന്ന സാറ് വളരെ കൃത്യമായി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും കുട്ടികളൊക്കെ നോട്ട് എഴുതിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാഴ്ച കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദേവരായ രാജവംശം ഒഡീസ പിടിച്ചടക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഒഡീസയിലുള്ള പോലെ തന്നെ ഉള്ള ഒരു കൽരഥം ഇവിടെ നിർമ്മിച്ചത്. നമ്മളൊരു വലിയ ഗോപുര കവാടത്തിലൂടെ ഉള്ളിലോട്ട് കയറി അവിടെയുള്ള എല്ലാ സമുച്ചയങ്ങളും കണ്ട് വേറൊരു ഗോപുര കവാടത്തിലൂടെയാണ് പുറത്തിറങ്ങുന്നത്. ഇതൊക്കെ ആർക്കിയോളജി വിഭാഗത്തിൻ്റെ അണ്ടറിലുള്ള ബിൽഡിങ്സ് ആണ്. അതൊക്കെ അവരാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. ആ ചൂട് നന്നായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ക്ഷീണിച്ചു. അപ്പോൾ തിരിച്ച് നടക്കാനുള്ള ശേഷി ഇല്ലാത്തത് കാരണം ഞങ്ങൾ എല്ലാവരും ആ വണ്ടിയിൽ തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴികളിലും വീണ്ടും ഞങ്ങൾ ആ മാർക്കറ്റ് സമുച്ചയത്തിൻ്റെ രൂപങ്ങളൊക്കെ ആ വണ്ടിയിലിരുന്ന് കാണുകയായിരുന്നു. എത്ര കണ്ടാലും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ. ഞങ്ങൾ ഗ്രാമക്കാഴ്ചകൾ കണ്ടുകൊണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയായി. റോയൽ എൻക്ലേവ്, ഒരു വലിയൊരു ഇരിപ്പിടം പോലത്തെ ഒരു സ്ഥലം. പിന്നെ ഒരു സ്റ്റെപ്പ് വെൽ, ടാങ്ക്, അങ്ങനെ പല കാര്യങ്ങളും. രാജാവിന് രാജാവ് സ്ഥലം ചെലവഴിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ കുറേയൊക്കെ ശേഷിപ്പുകൾ ആണ് ഇവിടെ ബാക്കിയുള്ളത്. നല്ല ചൂടാണ് പക്ഷെ. സീക്രട്ട് ചേംബറാ? somebody is going to the secret chamber. തിരിച്ചു വരണേ. കാണാതെ. ഓ മൈ ഗോഡ്, കുറച്ച് തണുപ്പുണ്ടാവും ചിലപ്പോ. തണുപ്പുണ്ടാവും. മഹാനവമി മണ്ഡപം ആണ് ഇത്. ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ ഉള്ളിൽ പലയധികം നിർമ്മിതികളുള്ള ഒരു സ്ഥലം. നഗര രാജാക്കന്മാരുടെ കാലത്ത് ദസറ ആഘോഷങ്ങൾ ഇവിടെയാണ് നടന്നിരുന്നത്. അപ്പോൾ രാജാവ് വന്ന് അതിൻ്റെ മുകളിലിരിക്കുകയും ബാക്കി പടയാളികളും മന്ത്രികളും സാധാരണ ജനങ്ങളും ഒക്കെ അവരവർക്കായിട്ട് നിയോഗിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണത്. അതിൻ്റെ കുറച്ച് ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇപ്പം ഉള്ളൂ, ബാക്കിയൊക്കെ നശിച്ചു പോയിരിക്കുകയാണ്. അടുത്തതായി ഞങ്ങൾ കണ്ടത് ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ശ്രീകൃഷ്ണ അമ്പലമാണ്. അതിൻ്റെ മുകളിലൊക്കെ ഉള്ള കുറേയധികം ശില്പങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ് ഉള്ളത്. പക്ഷേ ആ അമ്പലം ഇപ്പോഴും നല്ല രീതിയിൽ അവിടെ ഉള്ളിലൊക്കെയുള്ള ഭാഗങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ശ്രീകൃഷ്ണൻ്റെ ഒരു അമ്പലം, അതാണ് ഞങ്ങൾ പിന്നെ കാണാൻ പോയത്. എല്ലാവരും നന്ദി ക്ഷീണിച്ചു. ഞങ്ങൾ ലഞ്ചിനുള്ള ഒരു പുറപ്പാടാണ്. ഒരു വലിയൊരു ഗ്രൗണ്ടിൽ കുറേയധികം ആൾക്കാർ ഇങ്ങനെ ലഞ്ച് കൊണ്ടുവച്ചിട്ട് കൊടുക്കുന്ന തരത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വലിയ വലിയ ഗ്രൂപ്പ്സ് ഒക്കെ ആണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ലഞ്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടുത്തെ ഒരു ലോക്കൽ ഭക്ഷണമാണ് നമുക്ക് അന്ന് കഴിക്കാൻ കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണാൻ പോയതാണ് ദ ഫേമസ് ക്വീൻസ് ബാത്ത്. പണ്ട് രാജ്ഞിമാർ കുളിക്കാൻ വന്നിരുന്ന ഒരു സ്ഥലം. അവരുടെ പണ്ടത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് മുന്നേ ഒക്കെ ഇത്ര വലിയ ഒരു ആർക്കിടെക്ചറുള്ള ഒരു ബിൽഡിങ്ങിൽ ആ പൂളിലേക്ക് വെള്ളം വീഴുന്ന ഒരു സ്ഥലങ്ങളും ആ പൂളിലേക്ക് താഴെ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്റ്റെപ്സുകളും അതിന് ചുറ്റുമുള്ള ബിൽഡിങ്സിൻ്റെ ഓരോ ആർച്ച് ഷേപ്പിലുള്ള എല്ലാ 4 ഭാഗത്തും ചുറ്റി നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറൊക്കെയാണ് അതിൻ്റെ മുന്നിൽ ചുറ്റും കാണുന്നത്. അപ്പോൾ ആ പൂളിൽ എപ്പോഴും വെള്ളം നിറച്ച് അതിൽ സുഗന്ധദ്രവ്യങ്ങളും പുഷ്പങ്ങളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അത് എല്ലാ ദിവസവും ആ വെള്ളം മാറ്റി അതിനകത്ത് പുതിയ വെള്ളം നിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ് അവിടെ ഉള്ളത്. അടുത്തതാണ് ജനാന എൻക്ലോഷർ. അതും അത് ആ ഒരു വലിയൊരു ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ 1, 2, 3 വലിയ ബിൽഡിങ്സും ഉണ്ട്. ഒത്തിരി അധികം ദൂരമുണ്ട് നടന്ന് കാണാൻ. ലോട്ടസ് മഹലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങും അങ്ങനെയുള്ള പലതും അതിനുള്ളിൽ കാണാനുണ്ട്.
വലിയ ഒരു ചുറ്റുമതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. ഏകദേശം വൈകുന്നേരം ആകാറായി. അടുത്ത നമ്മൾ പോകുന്നത് വിരൂപാക്ഷി ടെമ്പിളിലേക്കാണ്. ഒരു വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് ആർക്കിടെക്ചർ ഇൻ ഹംപി. അതിലെ അമ്പലത്തിൻ്റെ ഉള്ളിലെ ലക്ഷ്മി എന്ന ആന വളരെ ഫേമസ് ആണ്. ഭക്ഷണം കൊടുക്കുന്നവർക്കൊക്കെ അനുഗ്രഹം കൊടുത്ത് എല്ലാവരോടും അന്വേഷണവും കുശലാന്വേഷണവും പറയുന്ന തരത്തിലായിരുന്നു ലക്ഷ്മിയുടെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലെ ഒരു പ്രവൃത്തി. ലക്ഷ്മിയെ കാണാൻ ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്ത് അതിനോട് സംവദിക്കാൻ നിൽക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. വിരൂപാക്ഷി ടെമ്പിളാണ് പൂജ നടക്കുന്ന തരത്തിലുള്ള ഒരു അമ്പലം. ഇപ്പോൾ കണ്ട നമ്മളെല്ലാ അമ്പലത്തിൽ വെച്ചിട്ട് പൂജ നടക്കുന്ന ഒരു അമ്പലം വിരൂപാക്ഷി ടെമ്പിളാണ്. പിന്നെ ആ ടെമ്പിളിൻ്റെ വേറൊരു പ്രത്യേകത, സൂര്യപ്രകാശം ഉള്ള സമയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ആ അമ്പലത്തിൻ്റെ ഒരു തലകുത്തായി നിൽക്കുന്ന ഒരു റിഫ്ലക്ഷൻ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വാളിൽ കാണാൻ പറ്റും. അതൊരു സൂര്യപ്രകാശം ഒരു പ്രത്യേക തരത്തിൽ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് വരുന്ന അതിൻ്റെ റിഫ്ലക്ഷനിലായിട്ടാണ് ആ പുറത്ത് നിൽക്കുന്ന അമ്പലത്തിൻ്റെ ആ സ്തൂപം ഉള്ളിൽ തലകുത്തായി നിൽക്കുന്ന തരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഡേ ടൈമിൽ സൂര്യപ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പോയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വിരൂപാക്ഷി ടെമ്പിൾ നമ്മൾ ഹംപിയിൽ പോയാൽ വിട്ടു കളയാൻ പറ്റാത്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. കാരണം പൂജ നടക്കുന്ന അമ്പലമായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ക്യൂ ആയിട്ട് കയറി പോവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആൾക്കാർ നിൽക്കുന്ന കാണാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വരിയായിട്ട് നീളത്തിൽ നിൽക്കുന്ന തൂണുകളും ആ ഒരു വരാന്തയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഗോപുരം ആ വൈകുന്നേരത്തെ ഒരു സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നതൊക്കെ കാണാം. ആ വിരൂപാക്ഷി ടെമ്പിളിലെ ഒരു സായാഹ്നം വളരെയധികം മനോഹരിത നിറഞ്ഞതായിരുന്നു. പൂജ നടക്കുന്ന അമ്പലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഷോർട്ട്സോ അങ്ങനെയൊക്കെ ഉള്ളത് ഇട്ട് കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പ്രവേശനമില്ല. പക്ഷെ പ്രവേശിക്കുന്ന അവിടെ തന്നെ അവർ അങ്ങനെ ഇട്ട് വരുന്ന ആൾക്കാർക്ക് ധരിക്കാൻ വേണ്ടി ഒരു മുണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. വിരൂപാക്ഷ ടെമ്പിളിന് മുട്ടി നിൽക്കുന്ന ഒരു ഹില്ലാണ് ഹേമകുണ്ട ഹിൽ. ഹേമകുണ്ട ഹില്ല് വിരൂപാക്ഷ ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടത്തോട്ട് നമ്മൾ കയറുമ്പോഴാണ് ഹേമകുണ്ട ഹില്ലിലേക്ക് പോകുന്നത്. അപ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റ് കാണുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു അടുത്ത ഒരു ലക്ഷ്യം. അപ്പോൾ ഹേമകുണ്ട ഹില്ലിലേക്ക് നമ്മൾ കയറുമ്പോൾ വലിയ വലിയ പാറകളാണ്. ഒരു മോണോലിത്തിക് പാറകളെ പോലെ തോന്നിക്കുന്ന വലിയ വലിയ പാറകളും അതിൻ്റെ മുകളിൽ തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളും ചെറിയ ചെറിയ ഗോപുരങ്ങളും കുറേയധികം അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഹേമകുണ്ട ഹില്ലിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൂടാണ്ട് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ ഹംപീൻ്റെ ഒരു വ്യൂ, ഇത്രയും കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഹംപീൻ്റെ ഒരു ഫുൾ ആർക്കിടെക്ചറും ആ ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ നമുക്ക് ആ അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് ആ ഹില്ലിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടി അവിടെ കയറി ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേയധികം ചെറിയ ചെറിയ അമ്പലങ്ങളുടെ ഒരു അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. കുറേയധികം സ്തൂപങ്ങളും ചെറു ഗോപുരങ്ങളും ഒക്കെ. അപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ വളരെ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഗോപുരങ്ങളായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ ഒന്നുമില്ല, വെറും പാറകൾ മാത്രം, ചുറ്റും ഒന്നുമില്ല. നമുക്കവിടെ പോയിരുന്ന ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് മെഡിറ്റേഷൻ പോലും ചെയ്യാൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഹേമകുണ്ട ഹില്ലിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ് ഞങ്ങൾ കണ്ടതും ആ ഹേമകുണ്ട ഹിൽസിൻ്റെ മുകളിൽ നിന്നായിരുന്നു. ഹംപിയിലെ ഫുൾ ഡേയിലെ ചൂടിൽ നടന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതിൻ്റെ ഒരു ക്ഷീണം ഞങ്ങൾ അവിടെ പോയി വിശ്രമിച്ച് ആ സൺസെറ്റ് കണ്ട് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഹംപിയിൽ പോയാൽ സൺസെറ്റ് കാണാൻ വേണ്ടി പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഒരു ഷെഡ്യൂൾ നമ്മൾ വിരൂപാക്ഷ ടെമ്പിൾ കാണാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ സ്നാക്സ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളും പിന്നെ കുറേ വലിയൊരു മാർക്കറ്റും ഒക്കെ. മാർക്കറ്റിൽ വാങ്ങിക്കുന്ന സാധനങ്ങൾ അത്ര ക്വാളിറ്റിയിൽ കാണും അല്ലെങ്കിൽ പോലും നമുക്ക് നല്ലൊരു വ്യൂ ആണത്. ഹംപിയിലെ അത്ഭുതങ്ങൾ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതേ അല്ല. അപ്പം നാളെ കാണാൻ പോകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ അന്നത്തെ രാത്രി കിടന്നുറങ്ങി. ബാക്കി ഡീറ്റെയിൽസ് അടുത്ത